ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴയിലയിൽ പൊള്ളിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ റോസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ചെമ്മീൻ കഴുകി വാരി വെച്ചിരിക്കുന്നത് 500 ഗ്രാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നായി അതിലേക്കിടുക. ചെമ്മീൻ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം അല്ല. ആദ്യമായി കഴിക്കുന്നവർ അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കൂടുതൽ കഴിക്കുക. പാനിൽ കിടക്കുന്ന ചെമ്മീനിലെ വെള്ളം നല്ലതുപോലെ വലിഞ്ഞതിന് ശേഷം മാത്രമേ അത് മറിച്ചിടാവുള്ളൂ, അല്ലെങ്കിൽ അത് റബ്ബർ പോലിരിക്കും. വീഡിയോയിൽ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായിരിക്കും വെള്ളം വറ്റി നല്ലതുപോലെ ഫ്രൈ ആയിരിക്കുന്ന ചെമ്മീൻ ഉണ്ടായിരിക്കുക. ഫ്രൈ ആയി ഇരിക്കുന്ന ചെമ്മീൻ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഗ്രേവി ഉണ്ടാക്കുകയാണ്. ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് നമ്മൾ ഗ്രേവിക്കായിട്ട് ഉപയോഗിക്കുന്നത്. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും കടുകിടുക. കടുക് മൂത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്കിടാം. ഞാൻ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. സവോള അതിൻ്റെ കറക്റ്റ് വേവാകുന്നത് നല്ലതുപോലെ വാടി ചുവപ്പ് കളറൊക്കെ ആകുമ്പോഴാണ്. സവോള എന്തേരം വഴറ്റാവോ അത്രയും വഴറ്റി എടുക്കുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് കൂടും എന്നാണ് പറയുന്നത്. ഗ്രേവിക്ക് ആവശ്യമായ രൂപത്തിൽ നമ്മുടെ സവോള ഇവിടെ റെഡിയായിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർക്കാം. തക്കാളി സവോളയോട് നല്ലതുപോലെ യോജിച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് നമ്മുടെ സവോളയും തക്കാളിയും എല്ലാമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറി അത് സവോളയും തക്കാളിയുമായി നല്ലപോലെ യോജിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ സ്മെല്ല് ഈ മസാലയിൽ പിടിക്കുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. പാകമായിരിക്കുന്ന ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം നന്നായി വീണ്ടും മിക്സ് ചെയ്യുക. മസാലയും ചെമ്മീനുമൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. നന്നായി ഇളക്കി മസാല ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് പാൻ മൂടി വെക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അതിന് പൊള്ളിക്കുന്നതിനായി നമുക്കൊരു വാഴയിലയിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ റോസ്റ്റ് നല്ലതുപോലെ വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലയിലേക്ക് മാറ്റുക. വാഴയിലയുടെ 4 ഭാഗവും നല്ലതുപോലെ മടക്കി പൊതി രൂപത്തിൽ കിട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ചെമ്മീൻ പൊള്ളിക്കുന്നതിനായി ദോശക്കല്ലിൽ എണ്ണ തേച്ച് ഈ പൊതി അതിൽ വെച്ചതിന് ശേഷം 2 ഭാഗവും തിരിച്ചും മറിച്ചും വെച്ച് നല്ലതുപോലെ പൊള്ളിച്ചെടുക്കുക. ഇല കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചെമ്മീൻ വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഈ ഡിഷ് വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ ഓൺ ആക്കൂ.